എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിലത്തെ കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറൻറ്റ് എനർജി ഇൻ അവർ റിലേഷൻഷിപ്പാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പിലുള്ള റിലേഷൻഷിപ്പ് വേണമെങ്കിലും ആവാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറൻറ്റ് എനർജി ഇൻ യുവർ റിലേഷൻഷിപ്പ്. കറൻറ്റ് സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. കണ്ണടച്ച് കുറച്ചൊരു ഞാൻ ഈ കാർഡ്സ് ഷഫിൾ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ആലോചിക്കാം ആ ഒരു വ്യക്തിനെ കുറിച്ച് എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ കറൻറ്റ് എനർജി ഇൻ യുവർ റിലേഷൻഷിപ്പ്. എന്തെങ്കിലും സംശയങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ള മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സിൻ്റെ ആദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത് ഹാങ്ഡ് മാൻ ആണ്. അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻ എനർജിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് സംശയം നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ മനസ്സിലുണ്ട്. പല കാരണങ്ങളായിരിക്കാം, നിങ്ങളുടെ ജാതി മതം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കൊണ്ടായിരിക്കാം. പക്ഷേ ഒരു കൺഫ്യൂഷൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പിന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയോ അതല്ലെങ്കിൽ നിങ്ങളോ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. സ്വഭാവത്തിലോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം അല്ലെങ്കിൽ പെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടൊരു ലൈഫ് കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക, അത് നിങ്ങളുടെ ഫാമിലീസിനെ കൺവിൻസ് ചെയ്യാൻ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു മുൻകൈ എടുക്കുന്നത്. അടുത്ത ഒരു ഇത് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും പാരൻസിൻ്റെയും അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ അപ്രൂവലും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ ഇഷ്ടമാണെങ്കിലും ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറേണ്ട ഒരു അവസ്ഥയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ 4 റീഡിങ്ങും നിങ്ങളുടെ റെസനേറ്റ് ചെയ്യുന്നവരെ സ്വീകരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയ റീഡിങ്ങുമായിട്ട് നമുക്ക്